ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രെഡ് സാൻഡ്വിച്ച് റെസിപ്പിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ, എന്നാലും അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് താനും. നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. രാവിലെയൊക്കെ വൈകി എണീക്കുന്ന സമയത്തെ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പീസ് ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കണത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, കുറച്ച് കട്ടിയുള്ള ടൈപ്പ്, ആ ഒരു ബ്രെഡാണ് കേട്ടോ ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിലേക്ക് ആവശ്യമായ കുറച്ച് വെജിറ്റബിൾസും കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ടേ. ഫില്ലിങ്ങിന് ആവശ്യമായ വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാമേ. ഞാനിവിടെ ഒരു പകുതി സവാള, തക്കാളി, മല്ലിയില ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണേ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ബിരിയാണി മസാല ഇതും കൂടി ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ തക്കാളി എടുക്കുമ്പോഴേ അതിൻ്റെ ഉള്ളിലെ കുരൊക്കെ അങ്ങോട്ട് കളഞ്ഞേക്കൂട്ടോ. എന്നിട്ട് വേണം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. ബ്രെഡ് പീസിൻ്റെ അകത്തെ ഫില്ലിങ് വെച്ചതിന് ശേഷം അതൊന്ന് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാനുണ്ടേ. ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പകുതി മുട്ടയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. ഇനി ഒരു ബ്രെഡ് പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോഴേ ഒരുപാട് ഫില്ലിങ് വെക്കേണ്ട കേട്ടോ, നടുവിൽ മാത്രം കുറച്ച് വെച്ച് കൊടുത്താൽ മതിയാകും. ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ ചീസ് സ്ലൈസും കൂടെ വെച്ച് കൊടുക്കാം. ഒന്നുകൂടി ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ടാണ് കേട്ടോ നമ്മൾ മറ്റേ പീസ് ബ്രെഡും കൂടെ വെക്കാൻ പോണത്. അപ്പോൾ ഇത് മുക്കി പൊരിച്ചെടുക്കണ സമയത്ത് വിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ മൈദമാവ് കുറേശ്ശെയായിട്ട് ഇതിൻ്റെ സൈഡിൽ ഒഴിച്ച് കൊടുക്കുകയാണേ. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡ് പീസും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടല്ലോ, അത് ഈ ഒരു ബാറ്ററിലേക്ക് മുക്കിയെടുത്തതിന് ശേഷം ഫ്രൈയിങ് പാനിൽ വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ബാറ്ററിൽ മുക്കിയെടുത്തതിന് ശേഷം ഫ്രൈയിങ് പാനിലേക്ക് വെച്ച് കൊടുക്കണേ. ബ്രെഡ് പീസിൻ്റെ 4 വശം നമ്മൾ ബാറ്റർ വെച്ചിട്ട് നേരത്തെ തന്നെ അമർത്തിയെടുത്തതുകൊണ്ടേ അതങ്ങനെ വിട്ടുപോരൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്ന സമയത്തെ നെയ്യ് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഓയിലിൽ പൊരിച്ചെടുത്താലും മതി. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സാൻഡ്വിച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമ്മളുടെ ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം 4 ഭാഗവും ഇതേപോലെ തന്നെ ഫ്രൈയിങ് പാനിൽ വെച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ എളുപ്പമാണ്, എന്നാൽ ഹെവി ആയതുകൊണ്ട് തന്നെ ഒന്ന് കഴിച്ചാൽ വയറ് നിറയുകയും ചെയ്യും. ബാറ്ററിൽ മുക്കി പൊരിച്ചതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് വിട്ടു പോരൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കണ്ട കേട്ടോ. പിന്നെ ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഈ ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ബ്രെഡ് സാൻഡ്വിച്ച് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.